ഹലോ ഗൈസ്, വെൽക്കം ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ IPL 2024 ഉദ്ഘാടന മത്സരം ചെന്നൈ വേഴ്സസ് ബാംഗ്ലൂർ പോരാട്ടമാണ്. എന്നാൽ ചെന്നൈയെ സംബന്ധിച്ച് വളരെ ദൗർഭാഗ്യകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് CSK മാനേജ്മെൻറ്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, CSKയുടെ സൂപ്പർ താരങ്ങളായിട്ടുള്ള ശിവം ഡ്യൂബെ, വിദേശ താരങ്ങളായിട്ടുള്ള രജിൻ രവീന്ദ്ര, ഡെവൻ കോൺവേ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ പരിക്കിൻ്റെ പിടിയിലാണ്. നമുക്കറിയാം, CSK ഇത്തവണ താരലേലത്തിൽ സ്വന്തമാക്കിയ താരമായിരുന്നു രജിൻ രവീന്ദ്ര. അതോടൊപ്പം തന്നെ ഡെവൻ കോൺവേ അവരുടെ എസ്റ്റാബ്ലിഷ്ഡ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ. എന്നാൽ ഇരു താരങ്ങൾക്കും ഏറ്റവും റീസെൻ്റ് നടന്ന ഓസ്ട്രേലിയക്കെതിരായ T20 പരമ്പരയിൽ പരിക്കേറ്റ് ഇരു താരങ്ങളും റോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. രജിൻ രവീന്ദ്രയുടെ കാര്യത്തിൽ ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. താരം IPL കളിക്കുമെന്ന തരത്തിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഡെവൻ കോൺവേയുടെ കാര്യത്തിൽ അത്ര ശുഭകരമല്ല CSKക്ക്. താരത്തിന് കൈവിരലിലേറ്റ പരിക്ക് മൂലമായിരുന്നു താരം ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ നിന്നും പുറത്തായത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഓസ്ട്രേലിയക്കെതിരായ തുടങ്ങുന്ന ആദ്യ ടെസ്റ്റിലും ഡെവൻ കോൺവേ ന്യൂസിലാൻഡ് നിരയിൽ ഉണ്ടായേക്കില്ല. അദ്ദേഹത്തിൻ്റെ കൈവിരലിലേറ്റ പരിക്ക് കൂടുതൽ സ്കാനിങ്ങിലൂടെ മാത്രമേ എത്രത്തോളം സീരിയസ് ആണെന്ന് അറിയാൻ സാധിക്കും. പക്ഷേ പരിക്ക് ഭേദമാണെങ്കിൽ പോലും IPL കളിക്കാൻ വരാൻ താരത്തിന് ഒരു പക്ഷേ കഴിഞ്ഞേക്കില്ല. നമുക്കറിയാം, IPLന് ശേഷം T20 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നതിൽ തന്നെ പല ക്രിക്കറ്റ് ബോർഡുകളും തങ്ങളുടെ സൂപ്പർ താരങ്ങളെ സംബന്ധിച്ച് വളരെയധികം കോഷ്യസ് ആയിരിക്കുന്ന ഒരു ടൈമാണ്. സോ അതിനാൽ തന്നെ പരിക്കേറ്റ പല താരങ്ങൾക്കും IPLലേക്ക് വിസ നൽകാൻ അല്ലെങ്കിൽ അനുമതി നൽകാൻ വിദേശ ക്രിക്കറ്റ് ബോർഡുകൾ തയ്യാറാകുന്നില്ല. ഒരുപക്ഷെ ഡെവൻ കോൺവേ പരിക്ക് ഭേദമായി IPLലേക്ക് ഫിറ്റായി വന്നാൽ പോലും അദ്ദേഹത്തിന് ആ ഒരു IPL കളിക്കാനുള്ള അനുമതി ഒരുപക്ഷെ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ബോർഡ് നൽകിയേക്കില്ല. കാരണം വരാനിരിക്കുന്ന T20 വേൾഡ് കപ്പിൽ ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് അവരുടെ മെയിൻ ബാറ്റ്സ്മാൻ തന്നെയാണ് ഡെവൻ കോൺവേ. സോ അങ്ങനെ ഒരു താരത്തെ IPL കൂടി കളിപ്പിച്ച് പരിക്ക് കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം കൂടുതൽ വഷളാക്കാൻ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ബോർഡ് ഒരിക്കലും അനുമതി നൽകിയേക്കില്ല. അതിനടുത്ത് തന്നെ ചെന്നൈയെ സംബന്ധിച്ച് ഒരുപക്ഷെ അദ്ദേഹത്തിന് റീപ്ലേസ്മെൻറ്റ് വേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും കാത്തിരുന്ന് തന്നെ കാണാം CSK മാനേജ്മെൻറ്റ് എന്ത് തീരുമാനമായിരിക്കും ഇതിലെടുക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.